അസ്സലാമുഅലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളൊരു ഫുഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ പോണത് കാലിക്കറ്റ് ഷെഫിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ടെൻഡർ കോക്കനട്ട് പുഡിങ്. പിന്നെ അതൊക്കെ നല്ല സ്പെഷ്യലാണെന്ന് കേട്ടിട്ടുണ്ട്, ഇതുവരെ പോയിട്ടില്ല. ഇക്ക കുറേ ആയി പോവാന്ന് പറഞ്ഞിട്ട് പറ്റിക്കണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതോ രാത്രി ഒരു റൈഡിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അവിടെ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ഷെയർ ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ കാലിക്കറ്റ് ഷെഫ്. നഹ്ദയിലാണ് കേട്ടോ കാലിക്കറ്റ് ഷെഫ് ഉള്ളത്. ഷെഫിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓർഡറിൽ വെയിറ്റിംഗ് ഉണ്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ ഒരു ബേബിനെ കണ്ടിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട്. മതിലി കടന്നോ ഇത് baby. Your name? അപ്പോൾ ജസൂന് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കുശലം പറച്ചിലാണ്. അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ കുറേ മുന്നേ പരിചയമുള്ള ആൾക്കാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കണ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുട്ടും ബീഫ് ഫ്രൈയും ബീഫ് കറിയും പിന്നെ അതിൻ്റെ കൂടെ പപ്പടവും ഒക്കെ കൂടെ പൊടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നൈസ് പത്തിരിയും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ അങ്ങനെ ഉഷാറായി. ഇനി അടുത്ത നമ്മുടെ മെയിൻ സംഭവം വന്നിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ ടെൻഡർ കോക്കനട്ട് പുഡിങ് സ്പെഷ്യലാണെന്ന്. അപ്പോൾ ഇതിന് വെറും പുഡിംഗ് എന്ന് പറഞ്ഞാൽ പോരട്ടോ, നല്ല മൊഞ്ചുള്ള ഇളനീർ പുഡിങ് വേണം പറയാൻ. കാരണം അവർ ആ ഇളനീരിൻ്റെ ആ ഷെല്ലിൽ തന്നെയാണ് പുഡിങ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കാണാൻ മാത്രമല്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഇത് സെറ്റ് ചെയ്തിരിക്കണം നല്ല രസമുണ്ട് അല്ലേ? ഇതിലേക്ക് ആ ഒരു നല്ല ടേസ്റ്റ് ഉള്ള പുഡിങ് സെർവ് ചെയ്തിരിക്കണ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു അല്ലേ? ആ ഒരു ഇളനീരിൻ്റെ അകത്ത് തന്നെ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട്. രക്ഷയില്ല, സൂപ്പർ പുഡിങ്. ഇനി കാണാനും നല്ല മഞ്ചുണ്ട്. യമ്മി യമ്മി. അപ്പോൾ സന്തോഷമായില്ലേ സൽമു? വളരെ വളരെ സന്തോഷമായി. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി ബീഫാട്ടോ, ബീഫ് ഒന്നും പറയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി പുഡിങ് ഭയങ്കര ഇഷ്ടമായ കാരണം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും. അപ്പോൾ എനിക്ക് പുഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുഡിങ്. പക്ഷെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനനുസരിച്ച് ആ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവർ ആ ഒരു സെറ്റ് ചെയ്തിരിക്കണത് നല്ല ഭംഗിയുണ്ട്. ആ ഇളനീരിൻ്റെ ആ ഒരു ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും കാര്യങ്ങളും ബാക്കിയുള്ള ഫുഡ് ആയാലും അടിപൊളിയായിരുന്നു. അപ്പോൾ വയറൊക്കെ ഫുള്ളായി, മനസ്സും നിറഞ്ഞു അല്ലേ? എൻ്റെ മനസ്സും നിറഞ്ഞു. കാക്ക് ബില്ല് കണ്ടപ്പോൾ ഇക്കാടെ മനസ്സും നിറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജെസ് പറഞ്ഞു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറഞ്ഞു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അത് വല്ലാണ്ട് കിട്ടില്ല, അത് കുറച്ച് പാടി. അപ്പോൾ എല്ലാവരും എന്താ പറയാ, നമുക്കിനി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും, സീ യു സൂൺ. ഗുഡ് നൈറ്റ് പറ.